മാഗി നക്സലേറ്റുകൾ എന്ന് പറയുന്ന വിഭാഗം ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ഉദാഹരണം ഈ ഒരു വിഷയത്തിൽ പറയാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബംഗാൾ തന്നെ അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഇപ്പൊ സുവേന്ദ്ര അധികാരമേറ്റിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. പക്ഷെ അവര് സമരത്തിന് ഇറങ്ങാനായിട്ട് പോവാണ്. പക്ഷെ നമുക്കറിയാം, ഇതിക്ക് മുന്നേ മമത ഒക്കെ ഭരിച്ചപ്പോ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഇത് പ്രശ്നങ്ങളോ ഇതിനെതിരെ സംസാരിക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പോ കേരളത്തിലായാലും അത്തരം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ ജാർഖണ്ഡ് ആയിക്കോട്ടെ, കർണാടക ആയിക്കോട്ടെ, പഞ്ചാബ് ആയിക്കോട്ടെ, ഇവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഇവിടെയൊന്നും ഇവര് ഫോക്കസ് ചെയ്യാതെ ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഇവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. നമസ്കാരം. ശിവകന്യ. ഇപ്പോ കഴിഞ്ഞ സ്വാതന്ത്ര്യദിന ദിവസം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് രാജ്യത്ത് ശക്തമായിട്ടുള്ള രീതിയിലേക്ക് ദിമാഗി നക്സലുകളുടെ സ്വാധീനം വർദ്ധിച്ചു വരുന്നു, ഭരണകൂടത്തിനെതിരെയും രാഷ്ട്രവാദികൾക്കെതിരെയും നിരന്തരമായിട്ടുള്ള വ്യാജമായിട്ടുള്ള കാര്യങ്ങൾ ഇവർ സംഘടിതമായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ആരോപണം അദ്ദേഹം പറയുന്നുണ്ടായി. എന്താണ് യഥാർത്ഥത്തിൽ തോന്നുന്നത്? എന്താണ് എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മാവോയിസ്റ്റുകളെ നമ്മൾ ഇപ്പോൾ ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ദിമാഗി നക്സലൈറ്റ്സിന്റെ വരവ്. കാരണം ഇപ്പോൾ നമുക്കറിയാം, സോഷ്യൽ മീഡിയ ഒക്കെ അത്രയും ഇൻഫ്ലുവൻസ്ഡ് ആണ് ജനങ്ങളിലേക്ക്. ഇന്നത്തെ കാലത്ത് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഇവിടുത്തെ ജനാധിപത്യം തന്നെയാണ്. അതിനെ തടസ്സപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ അതിന് വിരുദ്ധമായിട്ടാണ് ഇവിടെ ഓരോരുത്തരും ചെയ്യുന്നത്. ഇത് അവരുടെ ആശയങ്ങൾ അവര് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, അത് രാജ്യത്തിന് ദ്രോഹമായി സംഭവിക്കുക, നാഷണൽ സെക്യൂരിറ്റിനെ അത് ബാധിക്കുന്നു. അത്തരം കാര്യങ്ങളൊക്കെയാണ് ദിമാഗി നക്സലൈറ്റ്സ് കൊണ്ട് ഇവര് ഉദ്ദേശിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കുറെ പേര്, ഇപ്പൊ നമുക്ക് പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ നമുക്കറിയാലോ. ഇവിടുന്ന് കുറെ ആളുകൾ അവിടെ പോയി അതിനെ പിന്തുണച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഇവിടുത്തെ കേരളത്തിലെ PSCയുടെ കാര്യങ്ങളോ ഒന്നും അവർക്കൊരു വിഷയമേ അല്ല. ഇവർക്ക് നാഷണലിനെ അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങൾക്കാണ് ഇവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ രഞ്ജിനി ഹരിദാസിനെ പോലെയുള്ള ആളുകളൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ മൊബിലൈസ് ചെയ്യുന്ന ആളുകൾ, കാരണം അവർക്ക് മീഡിയ അറ്റൻഷൻ കൂടുതൽ കിട്ടും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അവർ കൂടുതൽ അങ്ങനെ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിരുന്നു. കാരണം നമ്മുടെ നാട്ടിലെ ഒരു വിഷയവും അവർക്ക് വിഷയമേ അല്ല. അവർക്ക് ഇത്തരം നാഷണലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ രാജ്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യണേന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഈ കഴിഞ്ഞ ജന്തർ മന്ദറിൽ നടന്നിട്ടുള്ള CJP സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുപോലെയുള്ള ശക്തികൾ ഈ സമരത്തെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ജെൻസി കുട്ടികളെ അവര് കൂടുതൽ ഫോക്കസ് ചെയ്ത് അവരെ വിരുദ്ധമായിട്ട് അവരെ കാര്യങ്ങൾ പ്രകോപിപ്പിക്കാനൊക്കെ ആയിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, കൂടുതൽ സോഷ്യൽ മീഡിയ ഒക്കെ കുറച്ചും കൂടി ഇൻഫ്ലുവൻസ്ഡ് ആണ്. അപ്പൊ ഇന്നത്തെ ജെൻസി കുട്ടികളെ അവർ വഴി തെറ്റിക്കാനുള്ള ഒരു ശ്രമം ഒരു പക്ഷേ ദേശീയതയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോ അതൊക്കെ അത് മറികടക്കുന്നേ പറ്റൂ. ഈ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഇതുപോലുള്ള വിഷയങ്ങൾ വളരെ വലിയ രീതിയിൽ രഹസ്യാന്വേഷണ ഏജൻസികളെ വെച്ചുകൊണ്ട് കൃത്യമായിട്ട് പരിശോധിക്കുന്നുണ്ട്. ഇതിനൊരു സൊല്യൂഷൻ കാണാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും സാധിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ജനാധിപത്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ എന്തായാലും ഇത്തരം ദിമാഗി നക്സലൈറ്റ്സിനെയൊക്കെ അവർ തീർച്ചയായിട്ടും ഉന്മൂലനം ചെയ്യുക തന്നെ ഇരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പറയുന്ന, നമുക്കറിയാം, പാർട്ടികളൊക്കെ സമരത്തിന് ചെയ്തപ്പോൾ ഇവർ പറയുന്ന അജണ്ടകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കാരണം 370 ആർട്ടിക്കിള് പുനഃസ്ഥാപിക്കുക, അതുപോലെ യൂണിഫോം സിവിൽ കോഡിനെതിരെ ഇവർ സംസാരിക്കുക, അതുപോലെ കാർഷിക ബില്ലിനെതിരെ എന്ന് പറഞ്ഞ ഈ രാജ്യത്ത് എത്ര നല്ല കാര്യങ്ങൾ നടന്നാലും ഇതിനൊക്കെ എതിരായിട്ടാണ് ഇവർ സംസാരിക്കുന്നതും ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് അവർ ഓരോരുത്തരും നിൽക്കുന്നത് തന്നെ. ഇപ്പോ വേണമെങ്കിൽ നമുക്കൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ പഹൽഗാം അറ്റാക്ക് ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ രാജ്യത്തിന്റെ അഭിമാന നിമിഷമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞിട്ട് അതിനെ പ്രതിരോധിച്ചതും കാര്യങ്ങളൊക്കെ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കിയിരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത്രയും നമ്മുടെ രാജ്യസൈന്യമായാലും നാവിക സൈന്യമായാലും വ്യോമസേന ആയാലും അത്ര അധികം നമ്മൾ കണ്ടതാണ്. നമ്മുടെ കരുത്തും ശക്തിയൊക്കെ നമ്മൾ മറ്റുള്ള രാജ്യങ്ങളും കണ്ടതാണ്. നമ്മൾ അതിൽ ഓരോരുത്തരും അഭിമാനം കൊണ്ടവരാണ്. അപ്പോ ഇതൊന്നും അവർക്ക് പറയാനോ, നമ്മുടെ രാജ്യത്തിന്റെ നേട്ടങ്ങൾ, GDP ഗ്രോത്ത് ആയിക്കോട്ടെ, ഇപ്പൊ യുവജനങ്ങൾക്ക് ഉണ്ടാവുന്ന സ്റ്റാർട്ടപ്പ് ബിസിനസ്സുകൾ, എന്റർപ്രൈസുകൾ ചെയ്യാനായിട്ട് ഓരോ കാര്യങ്ങൾ നമ്മുടെ കേന്ദ്ര സർക്കാർ ചെയ്യുന്നുണ്ട്. അത്തരം കാര്യങ്ങൾക്കൊന്നും ഇവരെ ബാധിക്കുന്ന കാര്യമല്ല. ഇവര് അതിനെക്കുറിച്ചൊന്നും പറയില്ല. ഇവർക്ക് എങ്ങനെയെങ്കിലും ഇവരുടെ ആശയങ്ങൾ നെഗറ്റീവായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയാണ് ഈ ദിമാഗി നക്സലൈറ്റ്സിന്റെ മെയിൻ അജണ്ട എന്ന് പറയുന്നത്. ഈ രാജ്യത്തെ യുവജനങ്ങളിലേക്ക് ഇത് കൂടുതൽ എത്തിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നുണ്ടല്ലോ.
അപ്പൊ ഇത് സ്വാഭാവികമായിട്ട് ഇന്ന് ഒരുപാട് യുവാക്കൾ, കോടിക്കണക്കിന് യുവാക്കൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ അതിസജീവമാണ്. അപ്പോൾ ഇവരെ എല്ലാവരെയും ഇതുപോലുള്ള ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകാനും അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ബോധവൽക്കരണം നടത്തി കൊടുക്കാനും സർക്കാരിന് സാധിക്കുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും സാധിക്കും. കാരണം ഭരിക്കുന്നത് നമ്മുടെ മോദിജിയാണ്. അപ്പോ എത്രയും പെട്ടെന്ന് തന്നെ ഇതൊക്കെ നിഷ്പ്രയാസം ഇല്ലാതാക്കാനായിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാരിന് സാധിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് അവരെ തെറ്റു പറയാൻ പറ്റില്ല. കാരണം അവരിലേക്ക് എത്തുന്ന ആശയങ്ങളും കാര്യങ്ങളും ഒക്കെ അത്തരത്തിലുള്ളതാണ്. അപ്പോ അതിന് വേണ്ട ബോധവൽക്കരണവും അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്ത് അവരെ മനസ്സിലാക്കി രാജ്യത്തിന് നാഷൻ ഫസ്റ്റ് എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നമ്മൾ ഓരോരുത്തർക്കും പറ്റണം. എല്ലാവരും അതിനൊറ്റക്കെട്ടായിട്ട് നിൽക്കണം. നമുക്കറിയാം, ശരിക്കും എല്ലാവർക്കും പല രീതിയിലുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ടാവും. അവര് പല രീതിയിൽ അനുകൂലിക്കുന്നവരായിരിക്കും. പക്ഷെ ദേശവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒന്നിനെയും നമ്മൾ ഇവിടെ വെച്ച് പൊറപ്പിക്കാൻ പാടില്ല. അത് എങ്ങനെയെങ്കിലും അത് നമ്മൾ നശിപ്പിച്ചേ പറ്റൂ അത്തരം കാര്യങ്ങൾ. മാഗി നക്സലേറ്റുകൾ എന്ന് പറയുന്ന വിഭാഗം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ഉദാഹരണം ഈ ഒരു വിഷയത്തിൽ പറയാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബംഗാൾ തന്നെ അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഇപ്പൊ സുവേന്ദ്ര അധികാരമേറ്റിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. പക്ഷെ അവര് സമരത്തിന് ഇറങ്ങാനായിട്ട് പോവാണ്. പക്ഷെ നമുക്കറിയാം, ഇതിക്ക് മുന്നേ മമത ഒക്കെ ഭരിച്ചപ്പോ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഇത് പ്രശ്നങ്ങളോ ഇതിനെതിരെ സംസാരിക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പോ കേരളത്തിലായാലും അത്തരം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ ജാർഖണ്ഡ് ആയിക്കോട്ടെ, കർണാടക ആയിക്കോട്ടെ, പഞ്ചാബ് ആയിക്കോട്ടെ, ഇവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഇവിടെയൊന്നും ഇവര് ഫോക്കസ് ചെയ്യാതെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഇവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോ ഇവര് ഇപ്പൊ അടുത്ത ലക്ഷം അവര് ബംഗാളിലെ പ്രശ്നം ഉണ്ടാക്കാന്നുള്ളതാണ് അവരുടെ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊന്നും ഇവിടെ വെച്ച് പൊറപ്പിക്കാനോ ഇതൊന്നും നമുക്ക് നിർത്തിയേ പറ്റൂ ഇത്തരം കാര്യങ്ങള്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലൂടെ പല രാജ്യങ്ങളിലും ഇതുപോലുള്ള പല വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട്. നേപ്പാൾ, ഈ അടുത്ത കാലത്തുണ്ടായിരുന്ന നേപ്പാളിലും ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും അടക്കം ഈ വിദ്യാർത്ഥികളെ ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക്, സംഘർഷങ്ങളിലേക്ക്, രാജ്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തിക്കുകയും സമരത്തിന്റെ ഭാഗം എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു രാജ്യത്തിന്റെ ഭരണം തന്നെ അട്ടിമറിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിന് സമാനമായിട്ടുള്ളൊരു സംഭവം ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുക്കാൻ ഇവർ ശ്രമിക്കുന്നുണ്ടോ? ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ നടക്കില്ല എന്നതാണ് സത്യം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമുക്ക് ഇന്നത്തെ ജൻസി കുട്ടികളെയൊന്നും അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല. കുറച്ചു പേര് മുൻകൈ എടുത്ത് ഇത് കുട്ടികളെ തെറ്റായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ കേന്ദ്ര ഗവൺമെന്റ് ശക്തമായി അതിനെ പ്രതിരോധിക്കും. അതിന് പ്രിക്കോഷൻസ് വേണ്ട നടപടികളൊക്കെ എടുക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ പാർട്ടികൾക്കൊന്നും അധികം നാള് നമ്മുടെ രാജ്യത്ത് ആയുസ് ഉണ്ടാവില്ല. ഇപ്പോ ഈ BJPക്ക് ഭാവിയിൽ CJP അല്ലെങ്കിൽ ഈ ഒരു പാർട്ടികൾ ഒരു ഭീഷണിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു? ഒരിക്കലും ഇല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ BJP അതിശക്തമായ ഒരു പ്രസ്ഥാനമാണ്. അത് ഒരു കാലത്തും തകർക്കാനോ ഒരാൾക്കും ഒന്നിനും തന്നെ തൊടാൻ പോലും പറ്റാത്ത ഒരു പ്രസ്ഥാനമാണ്. അപ്പൊ എത്ര പാർട്ടികൾ വന്നാലും അത് കുറച്ചു നാളത്തേക്ക് അതുപോലെ ഉണ്ടാവുള്ളൂ. ഈ BJPയെ തകർക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്തായിരിക്കും? തീർച്ചയായിട്ടും ഗ്രാമാന്തകൾ തോറാണ് BJP പ്രവർത്തനം തുടങ്ങുന്നതും ഇപ്പൊ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും. ബൂത്ത് അടിസ്ഥാനത്തിൽ ഇവിടെ വ്യാപകമായി കഴിഞ്ഞു. ഇവിടുത്തെ കേരളത്തിലായാൽ പോലും ഇവിടെ പ്രവർത്തനങ്ങൾ അതിവിപുലമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് ഓരോരുത്തർക്കും BJP എന്ന പ്രസ്ഥാനം എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാനായിട്ട് സാധിക്കും. സോഷ്യൽ മീഡിയ മാത്രമല്ല, ഇത് ഉപയോഗിക്കാത്തവരും ഉണ്ട്. ഇപ്പോ ജൻസി കുട്ടികൾക്കായാലും നാളെ ഒരു വിഷയം വന്നാൽ BJP മുന്നിൽ നിന്ന് അവരുടെ പ്രശ്നം പരിഹരിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും അവരുടെ ഒപ്പം തന്നെ ഉണ്ടാവും. ഇപ്പോൾ ഈ CJP എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ ഈ ദിമാഗി നക്സലുകൾ എന്ന് പറയുന്ന ആളുകൾ നുഴഞ്ഞു കയറി എന്ന് പറയുന്നുണ്ടല്ലോ. ഈ ആളുകളെ തിരിച്ചറിയാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരു സംഭവം ഉണ്ടോ? തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ആശയങ്ങള് അവര് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുമ്പോൾ ആരൊക്കെയാണ് ശരി ആരൊക്കെയാണ് തെറ്റ് എന്നുള്ളത് ജനങ്ങൾക്ക് തന്നെ ഒരു കൺഫ്യൂസിങ് ആക്കുന്ന രീതിയിലാണ് അവർ ഓരോ പ്രവർത്തനങ്ങളും. ഈ പറഞ്ഞ പോലെ നാഷണൽ സെക്യൂരിറ്റിന് അഗേൻസ്റ്റ് ആയിട്ടും ജനാധിപത്യത്തിനെതിരായിട്ടുമാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു പരിധി വരെ ഒരു 1% ജനങ്ങളെ അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനൊക്കെ അഗെയിൻസ്റ്റ് ആയിട്ട് ഈ ഇത്തരം ദിമാഗി നക്സലേറ്റ്സിനെ തകർത്തെറിഞ്ഞേ പറ്റും. അത് ഓരോന്നും മനസ്സിലാക്കിയിട്ട് വേണം ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും യൂസ് ചെയ്യാനായിട്ട്.